empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമുക്ക് മുൻപിൽ പാഠമായി നൽകിയിരിക്കുന്ന ജീവിതങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. പ്രശില്ല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന രക്തസ്രാവക്കാരി സ്ത്രീയെ കുറിച്ചായിരുന്നു. വളരെയേറെ ബുദ്ധിമുട്ടുകളിൽ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്ന അവൾ എപ്രകാരമാണ് തന്റെ പ്രതിസന്ധികളുടെ ഇടയിലൂടെ കർത്താവിന്റെ അരികിലേക്ക് അവൾ ഓടിയെത്തിയതെന്ന് നമ്മൾ കണ്ടു. ആ റിസ്ക് എടുത്തുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നിട്ടും അവൾ എപ്രകാരം കർത്താവിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മൾ കണ്ടു. കർത്താവ് അവളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ താൻ അനുഭവിച്ച ആ കർത്താവിനെ വലിയ സാക്ഷ്യമായി അവൾ മാറുകയാണ്. ആരുടെ മുൻപിലും കർത്താവിനെ ഏറ്റുപറയുന്നതിൽ നാണമില്ലാത്ത, ലജ്ജയില്ലാത്ത, വളരെ ധീരതയുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് പിന്നീട് നമ്മൾ അവളെ കാണുന്നത്. നാം ഓരോരുത്തരും ഈ ഒരു വിളി ലഭിച്ചവരാണെന്ന് നമ്മൾ കണ്ടു. കർത്താവിന്റെ ഈ വിളിയോട് നാം ഓരോരുത്തരും യെസ് പറയേണ്ടവരാണ്. സങ്കീർത്തകനായ ദാവീദ് 96-ാം സങ്കീർത്തനം അവിടെ 3-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. നാം ഓരോരുത്തരുടെയും വിളിയാണ് സങ്കീർത്തകനായ ദാവീദ് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. ജനതകളുടെ ഇടയിൽ കർത്താവിനെ പ്രഘോഷിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ആ ഒരു വിളിയോട് കൃത്യമായ ഉത്തരം നൽകുവാനുള്ള ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വരമേൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് കൃത്യതയോടെ നയിച്ച് കർത്താവിന്റെ വചനം കൃത്യമായി ഉൾക്കൊള്ളുവാനുള്ള ജ്ഞാനം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിനെ വിളിച്ച് അവിടുത്തെ അത്ഭുത പ്രവർത്തികളെ ഓർത്ത് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. ഹല്ലേലൂയ. മഹിമകൾ തിങ്ങും മിഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഈശോയേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും മിഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികളെ ഓർത്ത് കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനുദിനം അനുനിമിഷം ഞങ്ങളെ നയിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടി പുകഴ്ത്തിടുവിൻ. ഹല്ലേലൂയ. മിന്നും താരസമൂഹമേ നാഥനെ വാഴ്ത്തിടുവിൻ. ഈശോയെ ആരാധന. മഴയും മാരുതനും നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഹല്ലേലൂയ. തീയും ചൂടും ശൈത്യവുമേ നാഥനെ വാഴ്ത്തിടുവിൻ. സ്തുതിക്കുന്നു ഈശോയെ, സ്തുതിക്കുന്നു. പാടി പുകഴ്ത്തിടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും മിഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, സൃഷ്ടപ്രപഞ്ചത്തോട് ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന.
ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ജീവിതം പരിപൂർണമായും കർത്താവിനുള്ള ഒരു സ്തുതിയായി തീർത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ, ആ ഒരു അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുവാനായി അമ്മേ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ, കർത്താവിന് നന്ദി പറയുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയായി പോകുന്നത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആദിമ സമൂഹത്തിലെ വളരെ ശ്രേഷ്ഠയായ ഒരമ്മയെ കുറിച്ചാണ്. തനിക്കുണ്ടായിരുന്നതെല്ലാം, തൻ്റെ കുടുംബത്തെ, തൻ്റെ ഭവനത്തെ, തൻ്റെ സമ്പത്തിനെ എല്ലാം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടുകളഞ്ഞ ഒരു ശ്രേഷ്ഠയായ അമ്മയെക്കുറിച്ച്, സുവിശേഷകന്മാരിൽ ഒരുവനായ വിശുദ്ധ മർക്കോസിന്റെ അമ്മയായ മറിയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനും ചിന്തിക്കുവാനും അവളിലൂടെ കർത്താവ് നമ്മോട്, നാം ഓരോരുത്തരോടും എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാനുമായി പോകുന്നത്. നമുക്ക് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം അതിലെ 12-ാം തിരുവാക്യത്തിലേക്കൊന്ന് കടന്നു വരാം. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ വിശുദ്ധ പത്രോസ്ലീഹ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ എന്താണ് സംഭവം? പത്രോസ്ലീഹ കർത്താവിനെ പ്രസംഗിച്ചതിനെ പ്രതി, കർത്താവിന് സാക്ഷ്യം നൽകിയതിനെ പ്രതി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. നമുക്കറിയാം ആ ചരിത്രമൊക്കെ. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ വളരെ അത്ഭുതകരമായ രീതിയിൽ കർത്താവ് അവിടെ രക്ഷിക്കുന്നുണ്ട്. അതിനു മുൻപായി അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിലെ തന്നെ 5-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം പത്രോസ്ലീഹ അന്നത്തെ സഭയുടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്. സഭാ തലവനാണ് പത്രോസ്ലീഹ. പത്രോസ്ലീഹായെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയാണ്. ആ ഒരു അവസരത്തിൽ സഭ തീക്ഷ്ണമായി പത്രോസ്ലീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നമ്മൾ 12-ാം വാക്യത്തിൽ കണ്ടു, ഈ കാരാഗൃഹത്തിൽ നിന്ന് വിമുക്തനാകുന്ന പത്രോസ്ലീഹ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ ഭവനത്തിലേക്കാണ്. അവിടെ 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ പത്രോസ്ലീഹ ഭവനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, പത്രോസ്ലീഹയ്ക്ക് വേണ്ടി ആദിമ സമൂഹം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് മർക്കോസ്ലീഹയുടെ അമ്മയായ മറിയത്തിന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു. അതും 1-2 പേരായിട്ടല്ല തിരുവചനം പറയുന്നേ. വളരെ പേർ അവിടെ ഒരുമിച്ച് ഐക്യത്തോടെ ആ ഭവനത്തിൽ ആയിരിക്കുകയായിരുന്നു. സാധാരണയുള്ള പ്രാർത്ഥന കൂട്ടായ്മകൾ പോലെ ഒന്നായിരുന്നില്ല അത്. നമുക്കറിയാം, ആദിമ ക്രൈസ്തവ സമൂഹം വളരെയേറെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന സമയമാണ്. അവരുടെ തലവനായ പത്രോസ്ലീഹ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. 12-ാം അധ്യായം 1-2 വാക്യത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി കാണുവാനായി സാധിക്കും. അക്കാലത്ത് ഹേരോദേസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിന് ഇരയാക്കി. അവിടെ രക്തസാക്ഷിത്വം വരെ സംഭവിക്കുന്ന സമയമായിരുന്നു. യാക്കോബ് സ്ലീഹായെ വാളിനിരയാക്കുകയും തുടർന്ന് പത്രോസ്ലീഹായെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്ത ആ സമയത്ത്
അവിടെ ഇത്രയധികം പേരെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കണമെങ്കിൽ ഈ മർക്കോസിന്റെ അമ്മയായ മറിയത്തിനുണ്ടായിരുന്ന ധൈര്യം, അതാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇവിടെ ചിന്തിക്കാനായി പോകുന്നത്. ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ സഭയ്ക്ക് വേണ്ടി, കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി നിലപാടുകൾ എടുക്കാൻ നമുക്ക് പലപ്പോഴും ഒരു മനഃശാഞ്ചല്യമാണ്, സംശയമാണ്, എന്തായി തീരും എന്നുള്ള വ്യാകുലതയാണ്. എന്നാൽ ഇത്രയേറെ പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ യാക്കോബ് ശ്ലീഹായെ വധിക്കുകയാണ്. അത്രയും വലിയ കൊടും ക്രൂരത മുന്നിൽ നിൽക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ അമ്മയായ മറിയത്തിന് ഈ സഹോദരങ്ങളെ മുഴുവൻ, വളരെ പേരെ തന്റെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂട്ടാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അതിനു പിന്നിൽ തീർച്ചയായും പ്രിയമുള്ളവരെ കർത്താവിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, കർത്താവിന് കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി, കർത്താവിന്റെ സഭയുടെ വളർച്ച കാണുവാനുള്ള ആ തീവ്രമായ ആഗ്രഹം, അതിനായി എന്തും ചെയ്യുവാനുള്ള ആ ഒരു മനോധൈര്യം, അതാണ് പ്രിയമുള്ളവരെ ഈ ഒരു അമ്മ നാം ഓരോരുത്തരുടെ മുൻപിൽ കാണിച്ചു തരുന്നത്. കർത്താവ് എന്തിനാ ഈ അമ്മയുടെ പേര് അവിടെ എടുത്തു പറയുന്നത്? വിശുദ്ധ മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ ഭവനത്തിലേക്ക് പത്രോസ് ഓടി വരികയാണ്. കാരാഗ്രഹത്തിൽ നിന്നും മാലാഖ വളരെ അത്ഭുതകരമായ രീതിയിൽ പത്രോസ് ശ്ലീഹായെ മോചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം. ആ മോചിതനായ പത്രോസ് ശ്ലീഹ യാതൊരു സംശയവും കൂടാതെ ഓടി വരുന്നത് എങ്ങോട്ടാ? ഈ അമ്മയായ മറിയത്തിന്റെ ഭവനത്തിലേക്കാ. അവിടെ സഭ കൂടിയിട്ടുണ്ടെന്ന് പത്രോസ് ശ്ലീഹയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരാഗ്രഹത്തിലായിരുന്ന പത്രോസ് ശ്ലീഹ ഇതെങ്ങനെയാ അറിഞ്ഞത്? തന്റെ സഭയിലുള്ള എല്ലാവരും ആ ഒരു ഭവനത്തിൽ അവർ ഒരുമിച്ചിട്ടുണ്ടെന്ന് പത്രോസ് ശ്ലീഹ എങ്ങനെയാ അറിഞ്ഞത്? അന്നത്തെ സഭയിൽ വളരെ ആക്റ്റീവായി നിന്നിരുന്ന, സഭ വളർച്ചയ്ക്ക് വേണ്ടി തന്റെ ഭവനം വിട്ടുകൊടുത്ത ഈ ഒരു അമ്മയെ കുറിച്ച് പത്രോസ് ശ്ലീഹയ്ക്ക് അറിയാമായിരുന്നു. അവരുടെ കൂട്ടായ്മകളെല്ലാം നടന്നിരുന്നത് ആ ഭവനത്തിലായിരുന്നിരിക്കണം. അതായിരിക്കാം ഒരു മനഃശാഞ്ചല്യവും ഇല്ലാതെ പത്രോസ് ശ്ലീഹ നേരെ ആ ഭവനത്തിലേക്ക് വരികയാണ്. പത്രോസ് ശ്ലീഹ പ്രതീക്ഷിച്ചത് തന്നെ അവിടെ കാണുകയാണ്. വളരെ പേർ അവിടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇത്രയൊന്നും വേണ്ട, വളരെ പേരെയൊന്നും വേണ്ട. കർത്താവിനെ പ്രതി, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വചനത്തെ പ്രതി നമ്മുടെ ജീവിതത്തിൽ നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കുമോ? മറ്റാരെയും പരിഗണിക്കാതെ, ഭീഷണികളെ വകവയ്ക്കാതെ, ഇതുപോലെ തീക്ഷ്ണതയോടെ, ധീരതയോടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? ഇവിടെ ഈ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൾ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഭവനത്തിലായിരുന്നു. നമുക്കറിയാം, ഇത്രയേറെ പേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ, അതും ആദിമ ക്രൈസ്തവ സഭയിൽ ഇത്രയേറെ പേരെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ആ ഭവനം അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഭവനമായിരുന്നിരിക്കും. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, ഇതെല്ലാം ആ ഭവനത്തിൽ സജ്ജീകൃതമായിരുന്നു. തൻ്റെ ഭവനത്തെ, തൻ്റെ സമ്പത്തിനെ കർത്താവിന് വേണ്ടി നൽകുന്ന ഒരു അമ്മയെ നമ്മൾ ഇവിടെ കാണുന്നത്. അത്രമാത്രമല്ല, നമുക്കറിയാം, സുവിശേഷകന്മാരിൽ ഒരുവനായ വിശുദ്ധ മർക്കോസ് ശ്ലീഹായെ പോറ്റി വളർത്തിയ അമ്മയാണ് ഈ മറിയം. ആ മകനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ അമ്മ വിട്ടുകൊടുക്കുകയാണ്. തനിക്കുണ്ടായിരുന്നതെല്ലാം അവൾ വളരെ നിഷ്പ്രയാസം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തന്റെ ഭവനത്തെ കർത്താവിനായി തുറന്നിട്ട് കൊടുക്കുന്നു. തന്റെ സമ്പത്ത് കർത്താവിനായി എടുത്തുപയോഗിക്കുന്നു. തന്റെ മകനെ ദൈവരാജ വേലയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ള അമ്മമാരെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും ഈ അമ്മ ഒരു വെല്ലുവിളിയാണ്. കർത്താവിനെ പ്രതി എല്ലാം ത്യജിക്കാൻ തയ്യാറായ, അതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരമ്മയായിരുന്നു വിശുദ്ധ മർക്കോസ് ശ്ലീഹയുടെ അമ്മയായ ഈ മറിയം. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് നമുക്ക് മുൻപിൽ ഈ അമ്മയെ നൽകിയിരിക്കുമ്പോൾ ആ അമ്മയെക്കുറിച്ച്, ആ അമ്മയുടെ ധൈര്യത്തെക്കുറിച്ച്, ഇത്രയേറെ പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറായ ആ അമ്മയെക്കുറിച്ച് നമ്മൾ കാര്യമായി ചിന്തിക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 38-39 തിരുവാക്യങ്ങൾ ആ അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആ അമ്മയുടെ മാത്രമല്ല, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ കർത്താവിനെ പ്രഘോഷിച്ചിരുന്ന ഓരോരുത്തരുടെയും എന്തായിരുന്നു അവരുടെ മനോഭാവം എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇവിടെ വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. എന്തെന്നാൽ
എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ്ലീഹയുടെ വാക്കുകൾ എത്രമാത്രം ധീരതയോടെയാണ് അദ്ദേഹം പ്രഘോഷിക്കുന്നത്. ഒന്നിനും, ഒരാൾക്കും, ഒരു സാഹചര്യത്തിനും, ഒന്നിനും, അത് ഉയരങ്ങളായിക്കൊള്ളട്ടെ, താഴ്ചകളായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയാലും ഒന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല. എത്രയോ ആഴത്തിലുള്ള വാക്യമാണത്. കർത്താവിന്റെ സ്നേഹം അത്രമാത്രം അനുഭവിച്ചവരായിരുന്നു ആ ആദിമ ക്രൈസ്തവ സഭയിലുള്ളവർ. അതുകൊണ്ടാണ് അത്രയേറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഭീഷണികളും ഒക്കെ ഉണ്ടായിട്ടും അവർ കർത്താവിന് വേണ്ടി ധീരതയോടെ നിന്നത്. ഇവിടെ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതിസന്ധിയുടെ നടുക്ക് നിൽക്കുമ്പോഴാണ് കർത്താവിനെ പ്രതി ഇത്രയും വലിയൊരു റിസ്ക് അവൾ ഏറ്റെടുക്കുന്നത്. പത്രോസ്ലീഹ കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ നിന്ന് ഓടി വരുന്ന പത്രോസ്ലീഹായെ ഉറപ്പായിട്ടും പട്ടാളക്കാർ അന്വേഷിക്കുമെന്ന് അവൾക്കറിയാം. എങ്കിലും പത്രോസ്ലീഹായെ വളരെ സ്നേഹത്തോടെ അവൾ സ്വീകരിക്കുകയാണ്. അവിടെ സ്വീകരിച്ച് വേണ്ടുന്നതെല്ലാം പത്രോസ്ലീഹയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ സ്ത്രീക്ക് എന്തിന്റെ കുറവുണ്ടായിരുന്നിട്ടാ? അവൾക്ക് സമ്പത്തുണ്ടായിരുന്നു, അവളുടെ കുടുംബം അവളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും അതൊക്കെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി റിസ്ക് ആയിട്ട് ഏറ്റെടുക്കാൻ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷമായിരുന്ന ആ റിസ്കുകൾ ഒന്നും, ആ പ്രതികൂലങ്ങൾ ഒന്നും, ഭീഷണികൾ ഒന്നും കർത്താവിന്റെ സ്നേഹത്തെ വെച്ച് തുലനം ചെയ്യുമ്പോൾ അതെങ്ങും എത്തിയിരുന്നില്ല. വളരെ തീക്ഷ്ണതയോടെ, വളരെ സന്തോഷത്തോടെ അവൾ അവർക്കെല്ലാം ആതിഥ്യം അരുളുകയാണ്. സങ്കീർത്തകനായ ദാവീദ് 125 സങ്കീർത്തനം അവിടെ 1-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്തൊക്കെ വന്നാലും അവർ ചഞ്ചല ചിത്തരാവുകയില്ല. അവർ അചഞ്ചലരായി എന്നേക്കും നിലനിൽക്കുന്നവരാണ്. ആര്? കർത്താവിൽ ആശ്രയിക്കുന്നവൾ. ഇവിടെ ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഈ അമ്മയായ മറിയത്തിന്റെ ആശ്രയം പരിപൂർണമായും കർത്താവിലായിരുന്നു. കർത്താവിന് വേണ്ടി എന്തു ചെയ്യാനും അവർ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അചഞ്ചലരായി നിന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നപ്പോഴും കർത്താവിനെ പ്രതി എന്ത് റിസ്ക് എടുക്കാനും അവർ തയ്യാറായിരുന്നു. അചഞ്ചലരായി അവർ എന്നേക്കും നിലനിൽക്കുകയാണ്. എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി. യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായം 31-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. നടന്നാൽ തളരുകയുമില്ല. എന്റെ പ്രിയമുള്ളവരെ, എത്രമാത്രം എഫേർട്ട് എടുക്കേണ്ടി വന്നാലും കർത്താവിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവർ എത്രമാത്രം ഓടിയാലും എത്രമാത്രം നടന്നാലും അവർ ക്ഷീണിക്കുകയല്ല, തളരുകയല്ല ചെയ്യുന്നത്. അവർ കഴുകന്മാരെ പോലെ ശക്തിയോടെ അവർ കുതിച്ചുയരുകയാ ചെയ്യുന്നത്. ഇവിടെ ഇതല്ലേ നമ്മൾ കാണുന്നത്? എത്രമാത്രം പ്രശ്നങ്ങൾ വന്നപ്പോഴും, പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോഴും അവർ അധികമായ ശക്തിയോടെ കുതിച്ചുയരുകയാണ്. അവർ പ്രാർത്ഥിക്കുകയാണ്. തീക്ഷ്ണമായിട്ട് ഒരുമിച്ച് കൂടി ആ ഭീഷണിയെ വകവെക്കാതെ ആ ഭവനത്തിൽ അവർ ഒരുമിച്ച് കൂടുകയാണ്. ആ ഭവനം തുറന്നു കൊടുക്കാൻ ആ അമ്മ തയ്യാറാവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് വളരെ സുന്ദരമായി സുഖമായി പോകുമെന്ന് പരിശുദ്ധ വചനം പറയുന്നില്ല. ആദിമ ക്രൈസ്തവ സമൂഹം നമുക്കതല്ല കാണിച്ചു തരുന്നത്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിൽ
അടിയുറച്ച് ജീവിക്കുന്നവർ, അടിയുറച്ച് കർത്താവിൽ ആശ്രയിക്കുന്നവർ, അവർ ഒരിക്കലും തളരുകയില്ല. എത്രമാത്രം പ്രതിസന്ധികൾ വന്നാലും, എത്രമാത്രം പ്രശ്നങ്ങൾ വന്നാലും, ഭീഷണികൾ നേരിട്ടാലും അവർ കർത്താവിൽ ആനന്ദിച്ച് കർത്താവിനോട് ചേർന്നുള്ള അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകും. അതല്ലേ ഇവിടെ നമുക്ക് ഈ അമ്മ കാണിച്ചു തരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന ഈ ഒരു വിളിയോട് നമുക്ക് യെസ് പറയാം. കർത്താവിനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും, നമുക്കറിയാം ഈ അമ്മയ്ക്ക് ചുറ്റും ഒപ്പോസിഷൻസ് ആയിരുന്നു, പ്രതികൂലങ്ങളായിരുന്നു. പക്ഷെ ആ പ്രതികൂലങ്ങൾ ആ അമ്മയുടെ വിശ്വാസത്തെ കൂടുതലായി കത്തി ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. അത് കെട്ടടങ്ങി പോവുകയല്ല ചെയ്തത്. കൂടുതലായി കർത്താവിനു വേണ്ടി പുറപ്പെടുവാൻ, കർത്താവിനായി പ്രയത്നിക്കുവാൻ അവൾ റെഡിയാവുകയായിരുന്നു. പ്രതിസന്ധികളെ അവൾ അങ്ങ് മാറ്റിവെച്ചു. ആ പ്രതികൂലങ്ങൾ കർത്താവിൽ കൂടുതൽ ആഴപ്പെടുവാനുള്ള അവസരങ്ങളായി അവൾ കാണുകയായിരുന്നു. ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. പക്ഷേ ആ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഈ അമ്മ എടുത്ത ഒരു നിലപാട്, കർത്താവിന് വേണ്ടി ഇതുപോലെ നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിന്റെ സഭയെ ഇതുപോലെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിന്റെ സഭയ്ക്ക് ഒരുമിച്ച് കൂടാൻ അവൾ അവിടെ തയ്യാറാവുകയായിരുന്നു. അവൾക്കുള്ളതെല്ലാം റിസ്ക് എടുത്തുകൊണ്ട് അവൾ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി അവിടെ മുന്നിട്ടിറങ്ങുകയാണ്. ഇന്ന് കർത്താവ് നമ്മെ ഇതിനായി വിളിക്കുന്നുണ്ടോ? നമ്മൾ സ്വയം ചിന്തിക്കുക, ഉത്തരം കർത്താവിനോട് പറയുക. ഇതുപോലെ ഈ അമ്മയെ പോലെ പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും. നമുക്ക് പൗലോസ്ലിഹ പറഞ്ഞ ആ വാക്യം ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിഹയുടെ ആ വാക്യം നമ്മൾ കേട്ടതാണ്. ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എന്തൊക്കെ വന്നാലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും പിന്മാറ്റാൻ സാധിക്കുകയില്ല എന്ന പൗലോസ്ലിഹയുടെ വാക്കുകൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അവിടെ 38-ഉം 39-ഉം തിരുവാക്യങ്ങൾ നമുക്കൊരിക്കൽ കൂടി ശ്രദ്ധിക്കാം. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഈ കാലത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ്ലിഹ ആദിമ സഭയെക്കുറിച്ചായി പറയുന്നത്. ഇന്ന് നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ ഇത് പറയാൻ സാധിക്കുമോ? എന്ത് തന്നെ വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും, അധികാരങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞാലും, ശക്തികൾ എനിക്കെതിരെ തിരിഞ്ഞാലും, എന്തൊക്കെ ഉയരങ്ങളോ ആഴങ്ങളോ എന്ത് തന്നെ എൻ്റെ മുൻപിൽ വന്നാലും, എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന്, എൻ്റെ കർത്താവിന്റെ സഭയോടുള്ള ഒരു ഐക്യത്തിൽ നിന്ന് എന്നെ ഒന്നിനും വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അതിനായിട്ട് ഇന്ന് ഈ വിശുദ്ധ മർക്കോസ്ലിഹായുടെ അമ്മ ഇന്ന് കർത്താവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആ അമ്മയിലൂടെ കർത്താവ് ഈ ഒരു വിളിയാണ് നമുക്ക് നൽകുന്നത്. ആ വിളിയെ നമുക്ക് സ്വീകരിക്കാം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം കർത്താവിൽ കൂടുതൽ ആഴപ്പെടുവാൻ, കർത്താവിനോട് ചേർന്ന് മുന്നേറുവാനുള്ള അവസരങ്ങളായി നമുക്ക് സ്വീകരിക്കാം. ആ ഒരു കൃപയ്ക്കായി നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ മർക്കോസ്ലിഹായുടെ അമ്മയിലൂടെ അങ്ങ് പറഞ്ഞതുപോലെ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ എന്ത് തന്നെ വന്നാലും ഞങ്ങൾക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആമേൻ, ആമേൻ. ആരെനിക്ക് എതിരു നിൽക്കും? വിശ്വസിക്കുന്നു കർത്താവേ. കർത്താവിന്റെ കരം പിടിച്ച് ഹല്ലേലൂയ ഞാനെന്നും വഴി നടക്കും. ഞങ്ങൾ ഏറ്റു പറയുന്നു ഈശോയെ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? ഹല്ലേലൂയ. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഞങ്ങൾ ഏറ്റു പറയുന്നു ഈശോയെ. പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. ആമേൻ, ആമേൻ. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ
ഞങ്ങൾക്ക് പകരണമേ. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അങ്ങയോട് ചേർന്ന് നിന്ന് പൊരുതുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, കർത്താവ് അങ്ങേക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപ നൽകണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ഹല്ലേലൂയ. ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിനെ എന്നും ഘോഷിക്കും. ഈശോയേ. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ഞങ്ങൾ ഏറ്റു പറയുന്ന ഈശോയേ. ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിനെ എന്നും ഘോഷിക്കും. ഹല്ലേലൂയ. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ആമേൻ. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ ഞങ്ങൾ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ഈശോയേ. സൈനിക പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. ഹല്ലേലൂയ. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ തുതിക്കും. ഹല്ലേലൂയ. സൈനിക പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. ഈശോ. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനായി ഞാൻ ഏറ്റു പൊരുതും. പറയുന്ന ഈശോയേ. യേശുവിനായി ഞാൻ പൊരുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ അമ്മയെപ്പോലെ നമുക്കും ധീരതയോടെ കർത്താവിന് വേണ്ടി പൊരുതാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ആ ഒരു കൃപ നമുക്ക് നേടിയെടുക്കാം. ഒപ്പം ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിയോഗങ്ങളെല്ലാം അറിയിക്കുക. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.